ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഒ അബ്ദുറഹ്മാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുറഹ്മാൻ, അങ്ങനെ 50 വർഷത്തിന് ശേഷം അസദ് ഭരണം അവസാനിക്കുകയാണ് സിറിയയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അസദിന്റെ പതനം എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ആഭ്യന്തര കലാപം ഇനിയിപ്പോൾ അവസാനിക്കുമെന്ന് കരുതാമോ? ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനാധിപത്യ ഗവൺമെന്റുകൾ ഭരിക്കുകയും ചെയ്ത പ്രദേശമാണ് സിറിയ. പക്ഷേ ബാഷ് പാർട്ടിയുടെ മേൽവിലാസത്തിൽ ഹാഫിദുൽ അസദ് അധികാരമേറ്റെടുത്ത ശേഷം പ്രതിയോഗികളെ വേട്ടയാടുക മാത്രമല്ല, അലപ്പ് പോലെയുള്ള പ്രദേശങ്ങളിൽ അലപ്പോ എന്നതാണ് മറ്റു ഭാഷ. അപ്പോ ഈ അലപ്പ പോലെയുള്ള പ്രദേശങ്ങളിൽ ഭീകരമായി വേട്ടയാടുകയും ചെയ്തു. ഒരൊറ്റ ആക്രമണത്തിൽ 15,000-ഓളം ആളുകൾ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഭവം. അതിനുശേഷം മിക്കവാറും അടിച്ച് അമർത്തപ്പെടുകയായിരുന്നു. ബാഷ് പാർട്ടിയുടെ തന്നെ 2 വിങ്ങുകളുണ്ട്, 2 ധാരകളുണ്ട്. ആ ധാരകളിൽ ഒന്നിനെയും അടിച്ചമർത്തിയ അതേ അവസരത്തിൽ മറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും അടിച്ചമർത്തി. അങ്ങനെ തുടരുന്ന ആ ഭരണം പിന്നീട് ഏറ്റവും മോശമാവുന്നത് ബഷാർ അൽ അസദ്, അദ്ദേഹത്തിന്റെ പുത്രൻ ബഷാർ അൽ അസദിന്റെ കാലഘട്ടത്തോടുകൂടിയാണ്. അപ്പോ അതിന് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊന്നും ശരിയാണെന്നല്ല. അക്രമത്തിലൂടെ ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയരുത്. കഴിഞ്ഞാൽ അതിന്റെ ഫലം കൂടുതൽ ദുരന്തമായിരിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. സത്യത്തിൽ അവിടെ നടന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭയങ്കരമായ ഒരു നിലയ്ക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത മനുഷ്യവേട്ടയാണ്. അതിന് തന്നെ ഹാഫിദുൽ അസദിനെ സഹായിച്ചത് അന്ന് റഷ്യയുടെ പിന്തുണയാണ്. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ബഷാർ അൽ അസദിന്റെ ഭരണം തകരുമായിരുന്നു. ഇപ്പോൾ ആ റഷ്യക്കോ ഇറാനോ നേരിട്ട് ഇവരെ സഹായിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. സ്വാഭാവികമായും അവർ പ്രതിരോധത്തിലായി. അതായത് ബഷാർ അൽ അസദിന്റെ സൈന്യം ഇപ്പോൾ പിന്മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസമാണ്. മറ്റ് റഷ്യയോ ഏതെങ്കിലും ശക്തിയുടെ പിന്തുണ ഇല്ലെങ്കിൽ അല്ലെങ്കിലും അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണത്തിനാണെന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും അത് അവരെന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ അക്രമമൊന്നും കാണിക്കില്ല, ആളുകളെ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ മുഖവിലക്കെടുക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. കാരണം ഇത്തരത്തിലുള്ള ഏത് സംഭവവും ഒടുവിൽ സംഭവിക്കുന്നത് അടിച്ചമർക്കലൊക്കെ തന്നെയാണ്. എന്തായിരുന്നാലും സ്വാഭാവികമായ ഒന്നാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ അവിടെ നടന്നു വന്നതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അപ്പോഴും ഈ HTSന് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. അത് ദുരൂഹമാണ്. ഇപ്പോൾ അവര് ഒരു വിഭാഗം ആളുകൾ അറബ് വസന്തത്തെ തുടർന്ന് ജനാധിപത്യ പ്രസ്ഥാപനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്ന പ്രസ്ഥാനമാണ്. അവര് യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രസ്ഥാപനത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ ബഷാർ അൽ അസദിന്റെ സൈന്യം അവരെ വേട്ടയാടി. അതിൽപ്പെട്ട ഒരു വിഭാഗം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് ജനാധിപത്യപരമാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. IS പോലെയുള്ള ഭീകര സംഘടനകളെല്ലാം തന്നെ പിടിമുറുക്കിയ പ്രദേശങ്ങളിലൊന്നാണ് സിറിയയും. അപ്പോൾ വരാതിരിക്കുന്ന ആളുകൾ എന്ത് സംഭവിക്കുന്നു നോക്കിക്കാണുക തന്നെ വേണ്ടിവരും. എന്തായിരുന്നാലും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ ശരിക്കും നല്ലതാണ് സംഭവിക്കുക, ഒരു ജനാധിപത്യപരമായ മാറ്റമാണ് ആ നാട്ടിൽ ഉണ്ടാവുക എന്നൊക്കെ കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അത് ഉറപ്പിക്കാൻ കഴിയില്ല. നന്ദി ശ്രീ ഒ അബ്ദുറഹ്മാൻ പ്രതികരിച്ചതിന്.